നാം പാർട്ടികളെ സംരക്ഷിക്കുകയാണോ അതോ ജനാധിപത്യത്തെയാണോ സംരക്ഷിക്കുന്നത്? ജനാധിപത്യം നമ്മോട് ആവശ്യപ്പെടുന്നത് അന്ധമായ പിന്തുണയല്ല, ബോധപൂർവമായ പങ്കാളിത്തമാണ്. അവസാനം ചരിത്രം ഓർക്കുന്നത് ആരാണ് ഭരിച്ചതെന്നല്ല, ആരാണ് നീതിയുടെ പക്ഷത്ത് നിലകൊണ്ടത് എന്ന് മാത്രമായിരിക്കും. രാഷ്ട്രീയം ഒരു പതാകയുടെ നിറമോ ഒരു നേതാവിന്റെ മുഖമോ അല്ല. ജനാധിപത്യത്തിൽ സർക്കാർ എത്ര ശക്തമാണെന്നതല്ല പ്രധാനം, പൗരന്മാർ എത്ര ജാഗ്രതയുള്ളവരാണ്. ചരിത്രം മറക്കുന്ന സമൂഹങ്ങൾ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഓർമ്മിക്കുന്ന സമൂഹങ്ങളാകട്ടെ തിരുത്തലിന്റെ വഴിയിലേക്ക് നടക്കുകയും ചെയ്യും. ഏവർക്കും സ്നേഹവന്ദനം. രാഷ്ട്രീയം അധികാരത്തിന്റെ പേരല്ല, നീതിയുടെ പേരാണ്. ദ സ്ട്രഗിൾ ഓഫ് മാൻ അഗേൻസ്റ്റ് പവർ ഈസ് ദ സ്ട്രഗിൾ ഓഫ് മെമ്മറി അഗേൻസ്റ്റ് ഫൊർഗെറ്റിംഗ്. മിലാൻ കുൻഡേരെ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അധികാരത്തിനെതിരെയുള്ള മനുഷ്യന്റെ പോരാട്ടം മറവിക്കെതിരെയുള്ള ഓർമ്മയുടെ പോരാട്ടമാണ്. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം അതിന്റെ വിജയങ്ങളിലല്ല, സ്വന്തം തെറ്റുകൾ തിരുത്താനുള്ള കഴിവിലാണ്. അധികാരത്തെ തെരഞ്ഞെടുക്കാൻ ജനങ്ങൾക്ക് അവകാശമുള്ളതുപോലെ അധികാരത്തോട് ചോദ്യം ചോദിക്കാനും അവരെ ഉത്തരവാദിത്തപ്പെടുത്തുവാനും ജനങ്ങൾക്ക് അവകാശമുണ്ട്. ഈ രണ്ട് അവകാശങ്ങളും ഒരുപോലെ സംരക്ഷിക്കപ്പെടുമ്പോഴാണ് ഒരു രാജ്യം യഥാർത്ഥ ജനാധിപത്യ രാജ്യമാകുന്നത്. ഇക്കാലത്ത് രാജ്യവ്യാപകമായി ചർച്ച ചെയ്യുന്ന പാറ്റ പാർട്ടി അല്ലെങ്കിൽ ക്രോക്കോച്ച് ജനതാ പാർട്ടി എന്ന പ്രതീകം ഒരു രാഷ്ട്രീയ സംഘടനയുടെ പേരിനേക്കാൾ വലുതായിട്ടുള്ള ഒന്നാണ്. അതൊരു ചോദ്യമാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. സാധാരണക്കാരുടെ ശബ്ദം അധികാരത്തിന്റെ ഇടനാഴികകളിൽ പ്രതിധ്വനിക്കുന്നോ എന്ന ചോദ്യമാണ് അത് ഉയർത്തുന്നത്. ജനങ്ങൾ സംഘടിതമായ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ ജനാധിപത്യം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായും ചിലർ അതിനെ വായിക്കുന്നു. മറ്റു ചിലരാകട്ടെ അതിനെ രാഷ്ട്രീയ അതിശയോക്തിയായി കാണുന്നു. വേറെ ചിലർ ജനാധിപത്യത്തിൽ ഇത്തരം വ്യത്യസ്ത വായനകൾക്ക് ഇടമുണ്ടെന്ന് തന്നെ അതിൻ്റെ ശരിയാണെന്നും ശക്തിയാണെന്നും വളരെ കൃത്യമായിട്ട് അവലംബിക്കുന്നു. മിലൻ കുന്ദേയുടെ പ്രസിദ്ധമായ വാക്കുകൾ ഇന്നും വീണ്ടും പ്രസക്തമാകുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ദ സ്ട്രഗിൾ ഓഫ് മാൻ അഗേൻസ്റ്റ് പവർ ഈസ് ദ സ്ട്രഗിൾ ഓഫ് മെമ്മറി അഗേൻസ്റ്റ് ഫൊർഗെറ്റിംഗ്. മനുഷ്യൻ അധികാരത്തോട് പോരാടുന്നത് അധികാരത്തെ നശിപ്പിക്കാനല്ല, അധികാരം മറക്കാൻ ശ്രമിക്കുന്ന സത്യങ്ങളെ ഓർമ്മയിൽ നിലനിർത്താനാണ്. ചരിത്രം മറക്കുന്ന സമൂഹങ്ങൾ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഓർമ്മിക്കുന്ന സമൂഹങ്ങളാകട്ടെ തിരുത്തലിന്റെ വഴിയിലേക്ക് നടക്കുകയും ചെയ്യും. ഇന്ത്യയുടെ ജനാധിപത്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമാണ് എന്ന് നാം അഭിമാനത്തോടെ പറയുന്നു. എന്നാൽ ആ മഹത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യക്ഷമതയിൽ മാത്രമല്ല എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അത് കാര്യക്ഷമമല്ല എന്നുള്ളത് നമ്മുടെ ഒന്നടങ്കം പറയുന്നതുമാണ്. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയിലും വിമർശനാത്മക മാധ്യമങ്ങളിലും സജീവമായ പൗരസമൂഹത്തിലും ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറുള്ള സാധാരണ ജനങ്ങളിലും കൂടിയാണ് അവ കുടികൊള്ളുന്നത്. ഒരു സർക്കാർ തുടർച്ചയായി വിജയിച്ചിട്ടുണ്ടെന്നത് അതിന് ജനപിന്തുണ ഉണ്ടെന്ന് തെളിയിക്കാം. എന്നാൽ ജനപിന്തുണ ഒരിക്കലും വിമർശനത്തിൽ നിന്നുള്ള മോചനപത്രമല്ല. അതെല്ലാവരും അറിഞ്ഞിരിക്കണം. തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഭരണത്തിനുള്ള അനുമതിയാണ്, അനിയന്ത്രിത അധികാരത്തിനുള്ള ലൈസൻസ് അല്ല എന്നുള്ളത് നമ്മൾ മറക്കരുത്. ജനാധിപത്യത്തിൽ ഓരോ വിജയവും കൂടുതൽ ഉത്തരവാദിത്വം തെരഞ്ഞെടുക്കപ്പെടുന്നവരിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ നമ്മുടെ ബഹുമാന്യനായിരിക്കുന്ന മുഖ്യമന്ത്രിയെ കൂടി സമയത്ത് ഓർമ്മിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായ പ്രളയത്തിൻ്റെ സമയത്ത് മുഖ്യമന്ത്രി കുറച്ചും കൂടെ കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നു എങ്കിൽ എന്നുള്ള വിമർശനങ്ങൾ പല മേഖലകളിൽ നിന്ന് വരുന്നു. അദ്ദേഹം അതെങ്ങനെ കാണുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെയും പക്ഷം ആ ജനത്തോടൊപ്പം തന്നെയാണ്. ഇവിടെയാണ് രാഷ്ട്രീയം എന്ന വാക്കിൻ്റെ അർത്ഥം വീണ്ടും നാം ചിന്തിക്കേണ്ടത്. രാഷ്ട്രീയം ഒരു പാർട്ടിയുടെ സ്വത്തല്ല. രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിന്റെ കാലാവധിയിൽ ഒതുങ്ങുന്നതുമല്ല. രാഷ്ട്രീയം ഒരു പതാകയുടെ നിറമോ ഒരു നേതാവിന്റെ മുഖമോ അല്ല. രാഷ്ട്രീയം ഒരു സമൂഹ നീതിയെ എത്രമാത്രം വിലമതിക്കുന്നു എന്നതിൻ്റെ അളവുകോലാണ്. എന്നുകൂടെ ഞാൻ പറയാം, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു സമൂഹം നീതിയെ എത്രമാത്രം വിലമതിക്കുന്നു, എത്രത്തോളം വില കൊടുക്കുന്നു എന്നതിൻ്റെ ഒരു മാനദണ്ഡമാണ്, ഒരു അളവുകോലാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്നും അനേക ആളുകൾ രാഷ്ട്രീയം വ്യക്തിപൂജയായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം, എൻ്റെയൊക്കെ സ്നേഹിതന്മാർ ചിലരൊക്കെ ഒരു പ്രത്യേക പാർട്ടിയിലേക്ക് അടുത്ത സമയത്ത് അവരുടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പാർട്ടികളിൽ നിന്നൊക്കെ ചേക്കേറി. അവർ പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രിജിയുടെ കഴിവും പ്രാപ്തിയും അതാണ് അവരെ അതിലേക്ക് ആകർഷിക്കുന്നത്, ആ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്നും ആളുകൾ രാഷ്ട്രീയം വ്യക്തിപൂജയായിട്ട് മനസ്സിലാക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ. നേതാവ് ശരിയാണെങ്കിൽ എല്ലാം ശരി, നേതാവ് തെറ്റാണെങ്കിൽ അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ശരിയല്ലെന്ന് പറയുന്ന രാഷ്ട്രീയ സംസ്കാരം ജനാധിപത്യത്തെ
ദുർബലമാക്കുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. വ്യക്തികളോടുള്ള വിശ്വസ്തതയേക്കാൾ ഭരണഘടനയോടുള്ള വിശ്വസ്തതയാണ് ജനാധിപത്യത്തിന്റെ അടിത്തറ എന്നുള്ളത് നമ്മൾ മറക്കരുത്. നീതി എന്നത് കോടതി മുറികളിൽ മാത്രമുണ്ടാകുന്ന ഒന്നല്ല, അത് പൊതുസമൂഹത്തിന്റെ മനസ്സാക്ഷിയിൽ ജനിക്കുന്ന ഒന്നാണ്. ഒരു തൊഴിലാളിക്ക് വേതനം നിഷേധിക്കപ്പെടുമ്പോഴും, ഒരു വിദ്യാർത്ഥിയുടെ ശബ്ദം അവഗണിക്കപ്പെടുമ്പോഴും, ഒരു പൗരന്റെ അവകാശം ലംഘിക്കപ്പെടുമ്പോഴും, ഒരു ന്യൂനപക്ഷത്തിന്റെ ആശങ്ക കേൾക്കപ്പെടാതെ പോകുമ്പോഴും ജനാധിപത്യത്തിന്റെ യഥാർത്ഥ പരീക്ഷണം ആരംഭിക്കുന്നു എന്നുള്ളത് നാം ഗൗരവത്തോടെ കാണണം. അത്തരം നിമിഷങ്ങളിൽ മൗനം പാലിക്കുന്നത് നിഷ്പക്ഷതയല്ല. പല ആളുകളും മൗനം പാലിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് മൗന വ്രതം എടുക്കുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നവരാണ്. എൻ്റെയൊക്കെ ഈ വീഡിയോയുടെയൊക്കെ ചുവട്ടിൽ വന്ന് കമൻ്റ് എഴുതുന്ന ആളുകൾ പലപ്പോഴും എന്നെ നിശബ്ദനാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. മൗനം പലപ്പോഴും അനീതിയുടെ കൂട്ടാളിയാകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ശബ്ദമുയർത്തുന്നത് പോലും ഉത്തരവാദിത്വത്തോടെ ആയിരിക്കണമെന്നും പൂർണ്ണമായിട്ട് എനിക്ക് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധ്യമുണ്ട്. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ അഹിംസയുടെ മാർഗത്തിൽ ഭരണഘടനയുടെ ആത്മാവിനോട് ചേർന്ന്, അതാണ് പൗര സമരത്തിന്റെ ശക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. വിദ്യാർത്ഥി സമൂഹത്തിന്റെ പങ്ക് ഇവിടെ പ്രത്യേകമായി പറയേണ്ടതാണ്. ലോക ചരിത്രത്തിലെ അനേകം ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ ചിന്തയും ധൈര്യവും വഴികാട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല. എന്നാൽ അവർ പാർട്ടികളുടെ അനുകൂലികളായിട്ട് മാറേണ്ടതില്ല എന്നുള്ളതും കൂടെ മറന്നു പോരുത്. അവർ സത്യത്തിന്റെ അന്വേഷകരാകണം, ചോദ്യം ചെയ്യാൻ പഠിക്കണം, വായിക്കാൻ പഠിക്കണം, വസ്തുതകൾ പരിശോധിക്കാൻ പഠിക്കണം, വികാരത്തെക്കാൾ വിവേകത്തെ വിശ്വസിക്കണം. ജനാധിപത്യത്തിൽ സർക്കാർ എത്ര ശക്തമാണെന്നതല്ല പ്രധാനം, പൗരന്മാർ എത്ര ജാഗ്രതയുള്ളവരാണ് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. കാരണം ജാഗ്രതയുള്ള പൗരന്മാർ ഉള്ളിടത്ത് മാത്രമേ അധികാരം ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കേണ്ടി വരികയുള്ളൂ. നാം വീണ്ടും സ്വയം ചോദിക്കേണ്ട സമയം വന്നിരിക്കുന്നു. നാം പാർട്ടികളെ സംരക്ഷിക്കുകയാണോ അതോ ജനാധിപത്യത്തെയാണോ സംരക്ഷിക്കുന്നത്? നാം കൊടിക്കൂറയുടെ ചൂട്ടിൽ നിൽക്കുന്ന വ്യക്തികളായിക്കൊണ്ട് നിൽക്കുകയാണോ അതോ ജനാധിപത്യത്തിന്റെ പങ്കാളികളാണോ എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരേണ്ടുന്ന ചോദ്യം. നാം നേതാക്കളെ ആരാധിക്കുകയാണോ അതോ ഭരണഘടനയെ ആദരിക്കുകയാണോ? എവിടെയാണ് നമ്മുടെ സ്റ്റാൻഡ്? എവിടെയാണ് നാം നിൽക്കുന്നത്? നാം വിജയങ്ങളെ ആഘോഷിക്കുകയാണോ അതോ നീതിയെ സംരക്ഷിക്കുകയാണോ? ഈ ചോദ്യങ്ങളുടെ ഉത്തരമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. ജനാധിപത്യം നമ്മോട് ആവശ്യപ്പെടുന്നത് അന്ധമായ പിന്തുണയല്ല, ബോധപൂർവമായ പങ്കാളിത്തമാണ്. അധികാരത്തെ അട്ടിമറിക്കലല്ല, അധികാരത്തെ ഉത്തരവാദിത്തപ്പെടുത്തലാണ്. വിരോധത്തെ ശത്രുതയാക്കലല്ല, അഭിപ്രായ വ്യത്യാസത്തെ ജനാധിപത്യത്തിന്റെ സ്വാഭാവിക ഭാഷയായി അംഗീകരിക്കലാണ്. മിലൻ കുന്ദേയുടെ വാക്കുകൾ അതുകൊണ്ട് തന്നെ വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. The struggle of man against power is the struggle of memory against forgetting. ഓർമ്മ നഷ്ടപ്പെട്ട സമൂഹം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തും. ചോദ്യം നഷ്ടപ്പെട്ട സമൂഹം ജനാധിപത്യം നഷ്ടപ്പെടുത്തും. നീതി നഷ്ടപ്പെട്ട സമൂഹം മനുഷ്യത്വം നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് രാഷ്ട്രീയം അധികാരത്തിന്റെ പേരിലല്ല, നീതിയുടെ പേരിലായിരിക്കണം. കാരണം അവസാനം ചരിത്രം ഓർക്കുന്നത് ആരാണ് ഭരിച്ചതെന്നല്ല, ആരാണ് നീതിയുടെ പക്ഷത്ത് നിലകൊണ്ടത് എന്ന് മാത്രമായിരിക്കും എന്ന ഓർമ്മപ്പെടുത്തലോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.